കാർഷിക സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പ്രതീകമായ നിറപുത്തരി പൂജകൾ ചിറ്റൂർക്കാവിലും പഴയന്നൂർക്കാവിലും ഭക്തിനിർഭരമായി നടന്നു. ക്ഷേത്രങ്ങളിലെത്തിയ നിരവധി ഭക്തജനങ്ങൾ നിറപുത്തരി പൂജകളിൽ പങ്കെടുത്ത് നെൽക്കതിർ സ്വീകരിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു നിറപുത്തരി ചടങ്ങുകൾ. ക്ഷേത്ര പൂജാരി പ്രത്യേക പൂജകൾ നടത്തി നെൽക്കതിർ ഭക്തിപൂർവ്വം ഭക്തജനങ്ങൾക്ക് കൈമാറി. നിറപുത്തരി പൂജയിൽ പങ്കെടുക്കുന്നതിനായി രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ നിരവധി ഭക്തജനങ്ങളെത്തി. പൂജകൾക്ക് ശേഷം ഭക്തജനങ്ങൾക്ക് നെൽക്കതിർ വിതരണം ചെയ്തു. പഴയന്നൂർക്കാവിലും നിറപുത്തരി ചടങ്ങുകൾ ആചാരാനുഷ്ഠാനങ്ങളോടെ നടന്നു. ക്ഷേത്ര തിരുമേനി പൂജകൾക്ക് നേതൃത്വം നൽകി. പ്രത്യേക പൂജകൾക്ക് ശേഷം നെൽക്കതിർ ഭക്തിയാദരപൂർവ്വം ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. കാർഷിക സമൃദ്ധിക്കും കുടുംബൈശ്വര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചാണ് വിശ്വാസികൾ നെൽക്കതിർ ഏറ്റുവാങ്ങിയത്. ചിറ്റൂർ ദേശക്കാവായ വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിലും നിറപുത്തരി പൂജകൾ ഭക്തിനിർഭരമായി നടന്നു. ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരുമേനി പ്രത്യേക പൂജകൾ നടത്തി. പൂജകൾക്ക് ശേഷം നെൽക്കതിർ ഭക്തജനങ്ങൾക്ക് കൈമാറി. ചടങ്ങിന്റെ ഭാഗമായി പ്രസാദ വിതരണവുമുണ്ടായിരുന്നു. हर महादेव किरातमूर्ति की जय सर्पराजमूर्ति की जय सिंहमासे शुक्लपक्षे देवयोदिश्यां सुभदिनो वादरः भौमवासरेन्द्रायां उत्तराषाढनक्षत्रेन्द्रायां शुभयोगे
പരമ്പരാഗത കാർഷിക സംസ്കാരവുമായി ചേർന്ന് നിൽക്കുന്ന നിറപുത്തരി ചടങ്ങുകൾക്ക് ഇത്തവണയും ക്ഷേത്രങ്ങളിൽ വലിയ പ്രാധാന്യമാണ് നൽകിയത്. പുതിയ നെല്ലിന്റെ ആദ്യ കതിരുകൾ ദേവന് സമർപ്പിച്ച് പിന്നീട് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്ന ചടങ്ങിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. ക്ഷേത്ര പരിസരങ്ങളിൽ നിറപുത്തരി ദിനത്തിൽ ഭക്തി നിർഭരമായ അന്തരീക്ഷമായിരുന്നു. പുതിയ വിളവിന്റെ സമൃദ്ധിയും നാടിന്റെ ഐശ്വര്യവും പ്രതീക്ഷിച്ചാണ് ഭക്തർ നിറപുത്തരി നെൽക്കതിർ ഏറ്റുവാങ്ങിയത്. UTV ന്യൂസ്, പാലക്കാട്.